നിങ്ങൾ കേൾക്കുവാൻ പോകുന്ന വിഷയങ്ങൾ അത്യുൽപാദന ശേഷിയുള്ള വിത്തുകൾ വരുത്തുന്ന അപകടം, സാർവത്രിക മലിനീകരണത്തെപ്പറ്റി പ്രവചനം, ഭൂമിയെ ശുദ്ധി ചെയ്യുന്ന ദൈവിക കാര്യപരിപാടി, ഭാവി പരിപാടി, യേശുക്രിസ്തുവിന്റെ വീണ്ടും വരവ്. ഏഷ്യൻ കേൾവിക്കാർക്ക് സുപരിചിതനായ ബ്രദർ ജോൺ സെബാസ്റ്റ്യൻ പുതുപ്പള്ളി, ബ്രദർ ജോൺ പി തോമസുമായി നടത്തുന്ന ചോദ്യോത്തര പരിപാടിയുടെ പ്രക്ഷേപണ തുടർച്ച. സാറേ, വീണ്ടും കാണാനിടയായതിൽ വളരെ സന്തോഷമുണ്ട്. കഴിഞ്ഞ തവണ സംസാരിച്ചപ്പോൾ ഈ ബൈബിൾ പ്രവചനങ്ങൾ, ആനുകാലിക ലോക സംഭവങ്ങളെക്കുറിച്ചിട്ടുള്ളത് പറഞ്ഞത് എന്റെ ശ്രദ്ധയെ വളരെ ആകർഷിച്ചു. പ്രത്യേകിച്ച് ക്ഷാമത്തെക്കുറിച്ച് വിശദമായിട്ട് ബൈബിൾ 2000 വർഷങ്ങൾക്കപ്പുറം പ്രവചിച്ചിരുന്ന കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞല്ലോ. എനിക്കിതിനെ സംബന്ധിച്ച് വേറൊരു ചോദ്യമുള്ളത്, ഇന്ന് മനുഷ്യൻ ഈ ഹരിത വിപ്ലവം, ധവള വിപ്ലവം, അതുപോലെ തന്നെ പഞ്ചവത്സര പദ്ധതികൾ തുടങ്ങി അനേക പദ്ധതികൾ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തിനുവേണ്ടിയാ വാസ്തവത്തിൽ ഈ ക്ഷാമവും ഇങ്ങനെയുള്ള കാര്യങ്ങളും പരിഹരിക്കാൻ വേണ്ടി വളരെ അത്യുൽപാദന ശേഷിയുള്ള വിത്തുകൾ ഭക്ഷ്യശാസ്ത്രജ്ഞന്മാർ വികസിപ്പിച്ചെടുക്കുന്നുണ്ട്. അതുകൊണ്ട് എന്റെ ഒരു ധാരണ, എന്റെ ഒരു ചിന്ത, ഈ വിപ്ലവങ്ങൾ കൊണ്ട്, ഹരിത വിപ്ലവവും ധവള വിപ്ലവവും ഇങ്ങനെയുള്ള അത്യുൽപാദന ശേഷിയുള്ള വിത്തുകളൊക്കെ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് മനുഷ്യൻ ഈ ക്ഷാമത്തെ അഭിമുഖീകരിക്കും, നേരിടും, ജയിക്കും എന്ന് തന്നെയാണ് ഞാൻ ചിന്തിക്കുന്നത്. ഇതിനെ സംബന്ധിച്ച് എന്തെങ്കിലും പരാമർശനങ്ങൾ ബൈബിളിലുണ്ടെങ്കിൽ കേൾക്കാൻ താല്പര്യമുണ്ട്. മനുഷ്യൻ ധരിക്കുന്നത് അവൻ ദൈവത്തെക്കാട്ടിൽ ബുദ്ധിമാനാണെന്ന ദൈവിക പ്രമാണങ്ങളെ ലംഘിച്ചുകൊണ്ട് അവന്റെ ബുദ്ധി കൊണ്ട് കാര്യങ്ങൾ ക്രമീകരിക്കാം എന്ന് ചിന്തിച്ച് അവൻ മുന്നോട്ട് പോകുമ്പോൾ വാസ്തവത്തിൽ അതിന്റെ ഭവിഷ്യത്തുകളും അവൻ കൊയ്തുകൊണ്ടിരിക്കുക. മനുഷ്യന് ഭക്ഷണം ആവശ്യമാണെന്ന് ദൈവത്തിനറിയാം. അവന്റെ നന്മയ്ക്ക് വേണ്ടി അവൻ ആവശ്യമുള്ളതെല്ലാം ഈ ഭൂമിയിൽ തരികയുണ്ടായി. പക്ഷേ അതോട് ചേർന്ന് ദൈവം അവന് മുന്നറിയിപ്പ് കൊടുത്തിരുന്നു, ചില കാര്യങ്ങൾ നിങ്ങൾ ചെയ്യരുത് എന്ന് പറഞ്ഞിരുന്നു. ആ ചെയ്യരുത് എന്ന് ദൈവം കൽപ്പിക്കുമ്പോൾ അതിന്റെ പിറകിൽ എന്താണ് ദൈവം ഉദ്ദേശിച്ചതെന്ന് മനുഷ്യന് മനസ്സിലായിരുന്നില്ല. എന്നാൽ ദൈവം പറഞ്ഞത് അനുസരിക്കുക എന്നുള്ളതല്ലാതെ അതിലുപരിയായിട്ട് മനുഷ്യൻ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. ദൈവത്തിന്റെ ഈ സൃഷ്ടിയോടോ അല്ലെങ്കിൽ ഭക്ഷണത്തോടോ ഒക്കെ ബന്ധപ്പെട്ട് ദൈവം അരുത്, ചെയ്യരുത് എന്ന് പറഞ്ഞിരിക്കുന്ന എന്തിനെക്കുറിച്ചാണ്? ഞാൻ ആ ഭാഗങ്ങൾ എടുത്തൊന്ന് വായിപ്പിക്കാം. ഇന്ന് ഭൂമി മലിനപ്പെട്ടുപോയി. നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഭൂമിയില് ഭക്ഷണവും നമ്മൾ കുടിക്കുന്ന വെള്ളവും ശ്വസിക്കുന്ന വായുവും മലിനപ്പെട്ടുപോയി. മനുഷ്യൻ അത്യുൽപാദന ശേഷിയുള്ള വിത്തുകളും അതുപോലുള്ള കാര്യങ്ങൾ മനുഷ്യൻ കണ്ടുപിടിച്ചപ്പോൾ അതിന്റെ പുറകിൽ ചില ദൈവിക പ്രമാണങ്ങളെ ലംഘിച്ചുകൊണ്ടാണ് അവരത് ചെയ്തത്. ഈ അത്യുൽപാദന ശേഷിയുള്ള വിത്തുകളുടെ കണ്ടുപിടുത്തം ശാസ്ത്രജ്ഞന്മാരൊക്കെ ചെയ്തത് ദൈവത്തിന്റെ കൽപ്പന ലംഘിച്ചാണെന്ന് പറയാൻ എന്താ കാരണം? പറയാം. ദൈവമാണ് ഈ ഭൂമിയിൽ വിത്തുകളും സസ്യങ്ങളും ഒക്കെ നൽകിയത്. ഞാൻ ചില വാക്യങ്ങളൊന്ന് വായിച്ചോട്ടെ. ഉൽപ്പത്തി പുസ്തകത്തില് ദൈവം സൃഷ്ടിപ്പിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. 1-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തില് ഭൂമിയിൽ നിന്ന് പുല്ലും വിത്തുള്ള സസ്യങ്ങളും ഭൂമിയിൽ നിന്ന് അതത് തരം വിത്തുള്ള ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളും മുളച്ചു വരട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. അങ്ങനെ സംഭവിച്ചു. അതത് തരം വിത്തുകളൊക്കെ മുളച്ചു വരുന്നു. അതിന്റെ 25-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നുണ്ട്. അങ്ങനെ ദൈവം അതത് തരം കാട്ടുമൃഗങ്ങളെയും അതത് തരം കന്നുകാലികളെയും അതത് തരം ഭൂചരജന്തുക്കളെയും ഉണ്ടാക്കി നല്ലതെന്ന് ദൈവം കണ്ടു. ദൈവം ഭൂമിയിൽ നിന്ന് അതത് തരം പുല്ലും സസ്യങ്ങളും അതത് തരം വിത്തുകളും അതത് തരം മൃഗങ്ങളെയും കാട്ടുമൃഗങ്ങളെയും ഉണ്ടാക്കി. ഇത് പറഞ്ഞിട്ട് ദൈവം മനുഷ്യനോട് ഇതെല്ലാം ചെയ്തിട്ട് പറഞ്ഞു, എന്റെ ചട്ടങ്ങൾ നിങ്ങളെ ലംഘിക്കരുതെന്ന് പറഞ്ഞു. ഞാൻ ആ വാക്യം കൂടെ ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. ലേവ്യാപുസ്തകം 19:19 ദൈവം മനുഷ്യനോട് ഈ നന്മകളൊക്കെ അവന് ചെയ്തു കൊടുത്തിട്ട് അവനോട് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ എന്റെ ചട്ടങ്ങൾ പ്രമാണിക്കണം. 2 തരം മൃഗങ്ങളെ തമ്മിൽ ഇണ ചേർക്കരുത്. നിന്റെ വയലിൽ കൂട്ടുവിത്ത് വിതയ്ക്കരുത്. ഇവിടെ വയലിൽ വിത്ത് വിതയ്ക്കരുതെന്നാണോ പറഞ്ഞിരിക്കുന്നത്? അല്ല, കൂട്ടുവിത്ത് വിതയ്ക്കരുതെന്ന്. കൂട്ടുവിത്ത് വിതയ്ക്കരുതെന്ന്. അതെ. 2 തരം വിത്തുകളെ ഒന്നിക്കാനായിട്ട് പാടില്ല. ദൈവം അതത് തരം വിത്തുകളും അതത് തരം വൃക്ഷങ്ങളും അതത് തരം മൃഗങ്ങളെയും ദൈവം സൃഷ്ടിച്ചിട്ട് അതിന്റെ സ്പീസീസ്, അതിന്റെ അത് സൂക്ഷിക്കാനായിട്ട് ദൈവം മനുഷ്യനോട് ആവശ്യപ്പെട്ടു. എന്നാൽ മനുഷ്യന് ധവള വിപ്ലവത്തിനും ഹരിത വിപ്ലവത്തിനും അടിത്തറ പാകുന്ന ക്രോസ് പോളിനേഷൻ, അങ്ങനെയാണ് അത്യുൽപാദന സങ്കരവർഗ്ഗങ്ങൾ മനുഷ്യൻ വിത്തുകൾ ഉണ്ടാക്കിയെടുത്തത്. മിക്ക രാജ്യങ്ങളിലെ ശാസ്ത്രജ്ഞന്മാരെ ചെയ്തിട്ടുണ്ട്. യെസ്. പക്ഷേ അതുകൊണ്ട് എന്താ സംഭവിച്ചെന്നറിയാമോ? ഈ അത്യുൽപാദന ശേഷിയുള്ള വസ്തുക്കൾ മനുഷ്യൻ കണ്ടുപിടിച്ചപ്പോൾ അവ അത്യുൽപാദനം ഉണ്ടാക്കുന്നുണ്ട്, എന്നാൽ അവയുടെ പ്രതിരോധ ശക്തി അവർക്ക് നഷ്ടപ്പെട്ടു. അത് ശരി. ഉദാഹരണമായിട്ട് ഞാൻ ചോദിച്ചോട്ടെ, ഈ ബേർഡ്സ് ഫ്ലൂ വന്നപ്പോൾ, ഏവിയൻ ഫ്ലൂ പടർന്നു പിടിച്ചപ്പോൾ എത്രയോ ലക്ഷം കോഴികളെ മനുഷ്യൻ കൊല്ലേണ്ടി വന്നു. കോഴികൾ പെട്ടെന്ന് രോഗങ്ങളായി തീരുക. നമ്മള് അല്പകാലം മുമ്പ്, ഒരു തലമുറയ്ക്ക് മുമ്പ് നമ്മൾ കഴിച്ചിരുന്ന നാടൻ കോഴികളൊക്കെയാണ്. ഈ നാടൻ കോഴികൾ നമ്മൾ കഴിച്ചപ്പോൾ ഏതെങ്കിലും കോഴികൾ ചത്തു വീട് നമ്മൾ കാണാറുണ്ടായിരുന്നോ? ഇങ്ങനെ വളരെ അപൂർവമാണ്. എന്താ കാരണം?
അതിന്റെ കാരണം നമ്മൾ മനസ്സിലാക്കണം. മനുഷ്യന് അത്യുൽപാദനത്തിനു വേണ്ടി പ്രക്രിയകൾ തുടങ്ങി. ഉദാഹരണമായിട്ട് നമ്മള് പക്ഷികളെ തന്നെ എടുത്തു നോക്കുക. ഒരു കോഴിയുടെ സാധാരണ വളർച്ച 6 മാസം, 7 മാസം, 8 മാസം കൊണ്ടാണ് കോഴിക്കുഞ്ഞ് കോഴിയായി മാറുന്നത്. ഈ 8 മാസം കൊണ്ട് വളരേണ്ട കോഴിയെ 45 ദിവസം കൊണ്ട് മനുഷ്യൻ വളർത്തിയെടുക്കാൻ തുടങ്ങി. വളർച്ചയുടെ സ്പീഡ് കൂട്ടിയല്ലേ? വളർച്ചയുടെ സ്പീഡ് കൂട്ടി. ഈ 45 ദിവസം കൊണ്ട് വളർത്തുമ്പോൾ അതിന് ഏതാണ്ട് ഒരു 4 കിലോ ഭക്ഷണം തിന്നാൻ കൊടുക്കും. ഈ 4 കിലോ ഭക്ഷണത്തിൽ ഏതാണ്ട് 2.5-3 കിലോ അതിന്റെ മാംസമാക്കി മാറ്റുകയാണ്. ഇതെങ്ങനെ സാധിക്കുന്നു മനുഷ്യന്? മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് അവൻ അത് കണ്ടുപിടിച്ചിട്ട് മനുഷ്യന് എന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ അതിന് ആന്റിബയോട്ടിക്സും അതുപോലെ ഹോർമോൺസും കൊടുക്കാൻ. നമ്മൾ ആന്റിബയോട്ടിക്സ് നമുക്ക് രോഗപ്രതിരോധത്തിന് വേണ്ടി മേടിച്ചുകൊണ്ട് പോകുന്ന സാധനം ആന്റിബയോട്ടിക്. അതെ. ഞാനൊരു കണക്ക് പറയാം. അമേരിക്കയിൽ മാത്രം ഉൽപ്പാദിപ്പിക്കുന്ന ആന്റിബയോട്ടിക്സിൽ 70%, അതായത് 9 ലക്ഷം ടൺ. ഒന്നുകൂടെ ഞാൻ പറയാം. അമേരിക്കയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ആന്റിബയോട്ടിക്സിൽ 70%, അതായത് 9 ലക്ഷം ടൺ ആന്റിബയോട്ടിക്സ് മീറ്റ് ഇൻഡസ്ട്രീസ് മാംസം ഉൽപ്പാദിക്കാൻ വേണ്ടി പോവുകയാണ്. അത് ശരി. ഓസ്ട്രേലിയയിൽ ഏതാണ്ട് 50% ഈ ആന്റിബയോട്ടിക്സ് മീറ്റ് ഉൽപാദനത്തിന് വേണ്ടി പോവുക. യൂറോപ്യൻ യൂണിയൻ അതിനെ നിയമം കൊണ്ട് തടഞ്ഞു. ഇത് ഉപയോഗിക്കാൻ പാടില്ലെന്ന് പറഞ്ഞു. നമ്മൾ എങ്ങനെയാണ് കോഴിക്ക് ഈ അസാധാരണമായ ഒരു സ്വഭാവത്തിൽ ഈ 8 മാസം കൊണ്ട് വളരേണ്ട കോഴിയെ 45 ദിവസം കൊണ്ട് വളർത്തിയെടുക്കുന്നതെന്ന് ചോദിച്ചാൽ, ഈ ആന്റിബയോട്ടിക്സും ഈ ഹോർമോൺസും കൊടുക്കുമ്പോൾ വെറ്റിനറി സയൻസ് പഠിച്ച ഒരു വ്യക്തി എന്നോട് പറഞ്ഞു മനസ്സിലാക്കി, ഈ കോഴിയുടെ മജ്ജയ്ക്കകത്ത്, എല്ലിന്റെ അകത്തെ മജ്ജയ്ക്കകത്ത് ഈ ആന്റിബയോട്ടിക്സും ഈ ഹോർമോൺസും വലിച്ചെടുത്തിട്ട് അതവിടെ നിന്നിട്ട് അത് മാംസത്തെ അതിന്റെ തൂക്കം വർദ്ധിപ്പിക്കുകയാണ്. ഈ തൂക്കം വർദ്ധിപ്പിക്കുന്നു. ഈ തൂക്കം വർദ്ധിപ്പിക്കുമ്പോൾ നമ്മൾ മറ്റൊരു കാര്യം മറക്കരുത്. ഈ കോഴിയെ നമ്മൾ മാംസമായി ഭക്ഷിക്കുന്നു. മാംസമായി ഭക്ഷിക്കുമ്പോൾ നമ്മൾ അതിന്റെ എല്ല് കഴിയുന്നതും കടിച്ചു പൊട്ടിച്ച് തിന്നരുതെന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. കാരണം എല്ലിന്റെ അകത്തെ മജ്ജയ്ക്കുള്ളിൽ ഈ വിഷാംശം, ആന്റിബയോട്ടിക്സും അല്ലെങ്കിൽ ഈ ഹോർമോൺസ് ഉണ്ട്. ഇന്നത്തെ തലമുറയിലെ കുഞ്ഞുങ്ങളെ ശ്രദ്ധിച്ച് മിക്ക കുഞ്ഞുങ്ങൾക്കും വണ്ണമല്ലേ? അതെ അതെ. നല്ല ശതമാനം കുഞ്ഞുങ്ങൾക്ക്, വിദേശീയർക്കും ഇന്ത്യർക്കും വണ്ണമാണ്. കാരണം എന്നാ? ഇവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം കോഴിയാണ്. ഏത് കുട്ടികൾക്കും കോഴിയിറച്ചി മതി. ഈ കോഴിയിറച്ചിയുടെ നിന്ന് അവരുടെ ശരീരത്തിൽ ഒരു ചെറിയ അംശമെങ്കിലും ഈ ഹോർമോൺസ് കടന്നു വന്നിട്ട് അതേ പ്രക്രിയ അവിടെ നടക്കുന്നുണ്ട്. എന്നാൽ ഇതിന്റെ ഭവിഷ്യത്ത് എന്താണെന്നറിയാമോ? കാലങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ശരീരത്തിന് ഈ വിഷാംശങ്ങളെ, ടോക്സിൻസിനെ ക്ലിയർ ചെയ്ത് കഴിയുവാനായിട്ട് കഴിയും. എന്നാൽ ഒരു സമയം കഴിയുമ്പോൾ അത് സാധ്യമല്ലാതെ വന്നിട്ട് മനുഷ്യന് രോഗങ്ങൾ വർദ്ധിക്കുകയാണ്, ക്യാൻസർ മുതലായ രോഗം. ഇനിയും സസ്യങ്ങളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ദൈവം പറഞ്ഞില്ലേ, കൂട്ടുവിത്ത് വിതയ്ക്കരുത്, അതിനെ ക്രോസ് പോളിനേഷൻ നടത്താനായിട്ട് പാടില്ല. ദൈവം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. എന്റെ ചട്ടം പ്രമാണിക്കണമെന്ന് പറഞ്ഞിട്ട് ദൈവം എടുത്തു പറഞ്ഞു, നിങ്ങളുടെ വയലിൽ നിങ്ങൾ കൂട്ടുവിത്ത് വിതയ്ക്കരുത്. അപ്പം ക്രോസ് പോളിനേഷൻ ദൈവം അത് അനുവദിക്കുന്നില്ല, അല്ലെങ്കിൽ അത് പാടില്ല എന്ന് പറഞ്ഞു. നമുക്കൊന്ന് നോക്കിയേ, ഇന്നത്തെ നെല്ലുൽപാദനം തന്നെ ഈ ക്രോസ് പോളിനേഷൻ കൊണ്ട് അത്യുൽപാദനമുള്ള നെല്ലുകളും മറ്റും കണ്ടുപിടിച്ചപ്പോൾ ഇവ നടുന്ന സമയം തുടങ്ങി പ്രതിരോധ ശക്തി ഇല്ലാത്തതുകൊണ്ട് ഫുറിഡാൻ മുതലായ വിഷാംശങ്ങൾ ഇതിനോട് അടിച്ചുകൊണ്ടിരുന്നേക്കത്തുള്ളൂ. ഫുറിഡാൻ അടിച്ചിട്ടുള്ള നെല്ല് വളർന്നു വന്ന് ഈ നെല്ലിന്റെ അകത്ത് ആദ്യം അരിയല്ല, ഒരു പാല് പോലെ കാണുന്നത്. പ്രാണികൾ ആ പാല് കുടിച്ചാൽ അത് ചത്തുവീഴും. അത്രയ്ക്ക് വിഷാംശമുണ്ട്. ഞാൻ ചോദിച്ചോട്ടെ, ആ പാല് പോലിരിക്കുന്ന നെല്ലായി വരുമ്പോൾ ഈ വിഷാംശം എവിടെയെങ്കിലും പോകുന്നുണ്ടോ? അരിയിൽ തന്നെ ഉണ്ടായിരിക്കും. ഉണ്ട്. ഈ കച്ചിയിലുള്ള വിഷാംശം എവിടെ പോകുന്നു? അത് തിന്നുന്ന മൃഗങ്ങളിലേക്ക് വ്യാപിക്കുക. അതുകൊണ്ടാണ് നാം കഴിക്കുന്ന പാലിൽ ഏതാണ്ട് 95% മലിനപ്പെട്ടതാണ്. അത് ശരി. യെസ്, നമ്മൾ പാക്കറ്റിൽ വളരെ സൗകര്യമായിട്ട് പാലുകൾ കിട്ടുന്നു, പക്ഷെങ്കിൽ ഏതാണ്ട് 95% പാലും വിഷാംശം ചേർന്നതാണ്. ഏതായാലും ഗവൺമെന്റുകൾ കൊക്കോകോള നിരോധിച്ചാലും ഇവിടെ ഈ വിഷം മനുഷ്യൻ കഴിക്കുന്നത് തടയാൻ പറ്റുകയില്ല. അത് തടയാനായിട്ട് മനുഷ്യന് സാധിക്കില്ല. എന്നാൽ എന്നെ ഇവിടെ വളരെ ചിന്തിപ്പിച്ച മറ്റൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, കേരളത്തിൽ ഫുറിഡാൻ ആദ്യമായി കൊണ്ട്, ഞാൻ പേര് പറയുന്നില്ല, നമ്മളുടെ വ്യക്തമായിട്ട് പേരറിയാവുന്നതുകൊണ്ട് പേര് പറയുന്നില്ല, നമ്മുടെ അഗ്രികൾച്ചർ കോളേജിലെ ഒരു പ്രൊഫസർ ഗവൺമെന്റിന് റിപ്പോർട്ട് കൊടുത്തു, ഇത് കേരളത്തിൽ ഉപയോഗിക്കരുത്, അപകടമാണെന്ന് പറഞ്ഞു. ഡോക്ടർ സോ ആണ് ഗവൺമെന്റിന് അറിവ് കൊടുത്തപ്പോൾ നമ്മുടെ സർക്കാർ, നമുക്ക് വേണ്ടി നാം വോട്ട് ചെയ്ത് ഭരണത്തിലേറ്റിയ സർക്കാർ ആ പ്രൊഫസറോട് മറുപടി പറഞ്ഞു, മൗനമായിട്ടിരുന്നോളാൻ, മിണ്ടരുതെന്ന് പറഞ്ഞു. മിണ്ടരുതെന്ന് പറഞ്ഞതിന്റെ കാരണം എന്നാ? ഇതിനകത്തൊക്കെ സ്വാർത്ഥ താല്പര്യങ്ങൾ വളരെയുണ്ട്. സ്വാർത്ഥ താല്പര്യങ്ങൾ. ഈ വിഷാംശങ്ങൾ വിറ്റാലും മനുഷ്യന് പണമുണ്ടാകണം. ഈ ഫാക്ടറികൾ ഒരുപക്ഷെ അങ്ങനെയുള്ളവരുടെയോ അവരുടെ ബന്ധുക്കളുടെയോ ഒക്കെ ആയിരിക്കാം. നോക്കുക, ഏതായാലും ഞാൻ കഴിഞ്ഞ ഇടയില് ഈ മൂന്നാർ ഈ പ്രദേശങ്ങളിൽ ചെന്നപ്പോൾ, ഈ തേയില വളർത്തുന്ന സ്ഥലത്ത് ചെന്നപ്പോൾ അവരെന്നോട് പറഞ്ഞത് കേട്ടിട്ട്
ചായ കുടിക്കാതിരിക്കാൻ നിവൃത്തിയില്ല, പക്ഷെ രാവിലെ ചായ കുടിച്ചു പോവുകയാണ്. എല്ലാ 15 ദിവസം കൂടുമ്പോഴും ഈ തേയിലയുടെ കൊളുന്തിൽ വിഷാംശം അടിക്കും. ആ വിഷം അടിച്ചില്ലെങ്കിൽ കൊളുന്ത് പറിച്ചെടുക്കാനൊക്കില്ല. എല്ലാ 15 ദിവസം കൂടുമ്പോഴും ആ കൊളുന്ത് പറിച്ചെടുത്തിട്ട് അത് കഴുകുന്നൊന്നുമില്ല. അത് അതുപോലെ ഉണങ്ങി പൊടിച്ച് നമുക്ക് ചായപ്പൊടിയായിട്ട് കിട്ടുമ്പോൾ രാവിലെ നമ്മൾ തിളപ്പിച്ച് കുടിക്കുന്നത് ചായയുടെ കൂടെ അല്പം ഫുരുഡാൻ പോലുള്ള വിഷം കൂടാ. ചായയും വിഷവും കൂടെയാണ് നമ്മൾ രാവിലെ കുടിക്കുന്നത്. അവിടും നമ്മൾ ആരംഭിക്കുകയാണ്. ഈ അടുത്ത സമയത്ത് നടന്നൊരു വാർത്ത കേട്ടു. നടന്നൊരു സംഭവമാണ്. ഒരു അമ്മയ്ക്ക് ജനിച്ചൊരു കുഞ്ഞ് 3 ദിവസം കഴിഞ്ഞ് മരിച്ചുപോയി. യാതൊരു രോഗവും ഇല്ലാത്ത ആരോഗ്യവാനായ ആ കുഞ്ഞ് മരിച്ചപ്പോൾ ഡോക്ടേഴ്സിന് വളരെ ജിജ്ഞാസയായി അവരന്വേഷണം നടത്തിയപ്പോൾ ഈ കുഞ്ഞിന്റെ ചോരയിൽ ഫുരുഡാൻ വളരെ കൂടുതലാണെന്ന് മനസ്സിലായി. ഇതെന്താണ് കുഞ്ഞിന് ഫുരുഡാൻ കൂടിയതെന്ന് അവരന്വേഷിച്ചപ്പോൾ അമ്മ ഈ കുഞ്ഞിനെ ഗർഭം ധരിച്ചിരുന്നപ്പോൾ ഛർദിൽ വളരെ കലശലായിട്ടുണ്ടായിരുന്നുകൊണ്ടും ആ അമ്മയ്ക്ക് കഴിക്കുവാൻ ആകെ ഇഷ്ടമുണ്ടായിരുന്ന ഭക്ഷണം ഏത്തപ്പഴമായിരുന്നു. ഏത്തപ്പഴം ഈ ഏത്തവാഴയുടെ തൈ നടുമ്പോൾ വളവും ഫുരുഡാനും കൂടെ ചേർത്ത് മണ്ണിൽ ചേർത്തിട്ടാണ് ഈ വിത്ത് തന്നെ നടുന്നത്. അതിന്റെ ഓരോ ഇലകൾ വരുമ്പോഴും ഫുരുഡാൻ ഇട്ട് കൊടുക്കുക. ഈ വാഴ ആ ഫുരുഡാനെ വലിച്ചെടുക്കുകയാണ്. അതിന്റെ ഏത്തപ്പഴത്തിനകത്ത് ഫുരുഡാനുണ്ട്. ഈ അമ്മയുടെ ഏറിയ പങ്ക് ഭക്ഷണവും ഈ ഏത്തപ്പഴമായതിനാൽ അമ്മയിൽ നിന്ന് ഈ കുഞ്ഞിന് ഫുരുഡാൻ വളരെയധികം കിട്ടിയ കുഞ്ഞ് 3-ാം ദിവസം മരിച്ചുപോയി. ആ വിഷത്തിന്റെ ഭയങ്കരത്വ നിമിത്തമാണ് മരിച്ചുപോയത്. ഞാൻ ചോദിച്ചോട്ടെ, എന്തുകൊണ്ടാണ് ഇന്ന് ക്യാൻസർ മുതലായ രോഗങ്ങൾ വർദ്ധിച്ചിരിക്കുന്നത്? നമ്മള് മുമ്പ് കണ്ടിട്ടില്ലാത്ത വിധത്തിൽ ക്യാൻസർ മുതലായ രോഗങ്ങൾ മനുഷ്യന്റെ ഇടയിൽ വളരെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ കാരണം എന്താണ്? ഞാനിത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു കാര്യം എനിക്ക് എന്റെ ചിന്തയിൽ വരുന്നത്, ഈ മഹാവ്യാധികൾ, ക്യാൻസർ അതുപോലെയുള്ളായിരിക്കുന്ന രോഗങ്ങളും വലിയ വലിയ വിപത്തുകളും ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് മനുഷ്യൻ ദൈവത്തിനെതിരെ വിരൽ ചൂണ്ടുകയാണ്. എന്നാൽ അതേസമയം സാർ ആദ്യം വായിച്ചു കേൾപ്പിച്ച ബൈബിളിലെ പ്രവചന പ്രകാരം ദൈവം വളരെ വ്യക്തമായി മനസ്സിലാകാവുന്ന ഭാഷയിൽ കൊടുത്ത കൽപ്പന, കൂട്ടുവിത്ത് വിതയ്ക്കരുത് എന്നുള്ള കൽപ്പന ലംഘിച്ചതുകൊണ്ടല്ലേ ഇതൊക്കെ കാരണമായി തീരുന്നത്? അവിടെ ദൈവത്തിനെതിരെ വിരൽ ചൂണ്ടാൻ മനുഷ്യന് യാതൊരു തരത്തിലും പറ്റുകയില്ല എന്നല്ലേ? ദൈവത്തിന്റെ പ്രമാണങ്ങളെ ഒരു മനുഷ്യൻ ലംഘിക്കുമ്പോൾ അതിന്റെ ഭവിഷ്യത്തുകൾ അവൻ കൊയ്യും. ഞാനൊരു വാക്യം വായിച്ചു കേൾപ്പിക്കട്ടെ. ഒരു പ്രവാചകനായ മീഖയിൽ കൂടെ ദൈവം പറഞ്ഞാണ്. 7-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം. പ്രവാചകന്മാരും പൂർവപിതാക്കളും അരുളിയ വചനമിതാ ഭൂവിൽ വരവാ. ഒരു പ്രവാചകനായ മീഖയിൽ കൂടെ ദൈവം പറഞ്ഞാണ്. 7-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം. എന്നാൽ ഭൂമി നിവാസികൾ നിമിത്തവും അവരുടെ പ്രവൃത്തികളുടെ ഫലം ഹേതുവായും ശൂന്യമായി തീർന്നു. ഇത് എത്ര വർഷം മുമ്പുള്ള പ്രവചനമാണ്? ഏതാണ്ട് 2500 വർഷം മുമ്പ്. 2500 വർഷം മുമ്പ് പറഞ്ഞു. ഒന്നുകൂടെ ഒന്ന് വായിക്കാമോ? ഭൂമി നിവാസികൾ നിമിത്തവും അവരുടെ പ്രവൃത്തികളുടെ ഫലം ഹേതുവായും ശൂന്യമായി തീർന്നു. ഭൂമി മനുഷ്യന്റെ പ്രവൃത്തി കൊണ്ട് മലിനമായി പോയി. ഞാൻ മറ്റൊരു വാക്യം വായിച്ചു കേൾപ്പിക്കാം. യെശയ്യാവ് എന്ന് പറയുന്ന പ്രവാചകൻ പ്രസിദ്ധനായ ഒരു പ്രവാചകനാണ്. ആ പ്രവാചകൻ ദൈവം പറഞ്ഞ വാക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതേ കാര്യം തന്നെ അവിടെ പറയുന്നു. അതിന്റെ 24-ാം അധ്യായത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നതായിട്ട് നാം വായിക്കുന്നു. വളരെ ശ്രദ്ധയോടുകൂടെ അത് ശ്രവിക്കേണ്ടത് ആവശ്യമാണ്. അതിന്റെ 5-6 വാക്യത്തിലെ ഭൂമി അതിന്റെ നിവാസികളാൽ മലിനമായി ഇരിക്കും. അവർ പ്രമാണങ്ങളെ ലംഘിച്ചു, ചട്ടങ്ങളെ മറിച്ചു, നിത്യനിയമത്തിന് ഭംഗം വരുത്തി. അതുകൊണ്ട് ഭൂമി ശാപഗ്രസ്തമായി അതിൽ പാർക്കുന്നവർ ശിക്ഷ അനുഭവിക്കുന്നു. ഭൂമിയിൽ പാർക്കുന്നവർ ശിക്ഷ അനുഭവിക്കുന്നു. എന്തുകൊണ്ട്? അവർ ദൈവത്തിന്റെ പ്രമാണങ്ങളെ ലംഘിച്ചു. അതുകൊണ്ട് ഭൂമി ശാപഗ്രസ്തമായി. ദൈവം പറഞ്ഞിരുന്നോ കൂട്ടുവിത്ത് വിതയ്ക്കരുതെന്ന്, കോർപ്സ് പോളിനേഷൻ നടത്തരുതെന്ന്? വ്യക്തമായിട്ട് ദൈവത്തിന്റെ കൽപ്പന വായിച്ചു കേട്ടല്ലോ നമ്മൾ. ദൈവം അവിടെ പറഞ്ഞിരുന്നു, നിങ്ങൾ എന്റെ ചട്ടങ്ങൾ പ്രമാണിക്കണമെന്ന് പറഞ്ഞിട്ട് വീണ്ടും അതെടുത്തു പറഞ്ഞു. മനുഷ്യൻ അത് ലംഘിച്ചു. ഇന്നിവിടെ പ്രവാചകങ്ങളിലൂടെ ദൈവം പറഞ്ഞു, ഭൂമി അതിന്റെ നിവാസികളാൽ മലിനമായിരിക്കുന്നു. അവർ പ്രമാണങ്ങളെ ലംഘിച്ചു, ചട്ടങ്ങളെ മറിച്ചു, നിത്യനിയമത്തിന് ഭംഗം വരുത്തി. അതുകൊണ്ട് ഒരു കാരണമുണ്ട്. അതുകൊണ്ട് ഭൂമി ശാപഗ്രസ്തമായി അതിൽ പാർക്കുന്നവർ ശിക്ഷ അനുഭവിക്കുന്നു. വളരെ അത്ഭുതകരമായിട്ട് എനിക്ക് തോന്നുകയാണ്. കാരണം ബൈബിൾ ഒരു പഴഞ്ചൻ പുസ്തകമാണ്, ഇത് കയ്യിലെടുക്കാൻ പറ്റുന്ന ഒരു പുസ്തകമല്ല, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതിയ പുസ്തകമാണ് എന്ന് പറയുന്ന ആ ഒരു ചിന്താഗതിയുള്ള ഒരു തലമുറയുടെ മധ്യത്തിൽ ഇത് വളരെ ആശ്ചര്യകരമായ ഒരു വെളിപ്പാടും സത്യവുമായിട്ട് എനിക്ക് തോന്നുകയാണ്. അപ്പൊ ദൈവത്തിന്റെ കൽപ്പനയെ ലംഘിച്ചതുകൊണ്ട് തീർച്ചയായിട്ടും വരുന്ന തിക്താനുഭവങ്ങൾ മനുഷ്യൻ അനുഭവിച്ചേ പറ്റുകയുള്ളൂ. ദൈവത്തിനെതിരെ വിരൽ ചൂണ്ടാൻ പറ്റുകയില്ല. ഞാൻ ചോദിച്ചു കൊള്ളട്ടെ, ലോകവ്യാപകമായി ക്യാൻസർ മുതലായ രോഗങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പണ്ട് നമ്മൾ കണ്ടിട്ടില്ലാത്ത വിധത്തിൽ വർദ്ധിക്കുകയാണ്. കാരണം അവൻ കഴിക്കുന്ന മാംസം അത് ആന്റിബയോട്ടിക്സും അതുപോലെ ഹോർമോൺസും ചേർന്നതാണ്. ഒരു പശുവിന്റെ പാല് അത് വിഷാംശം ചേർന്നതാണ്.
നാം കുടിക്കുന്ന വെള്ളം, ഞാൻ എറണാകുളം പട്ടണത്തിൽ പാർക്കുന്ന, കൊച്ചി പട്ടണത്തിൽ പാർക്കുന്ന ഒരു വ്യക്തിയാണ്. മനോരമയുടെ ഒരു പ്രസിദ്ധീകരണമാണ് മെട്രോ മനോരമ എന്ന് പറഞ്ഞ് കൊച്ചി പട്ടണത്തോടുള്ള ബന്ധത്തിൽ അവർ ഇറക്കുന്ന ഒരു പത്രമുണ്ട്. 6/4/2005 ബുധനാഴ്ച വന്നത് ഞാൻ പ്രത്യേകം എടുത്തു എന്റെ കയ്യിൽ. ഞാൻ ആ പട്ടണത്തിൽ പാർക്കുന്നതുകൊണ്ട് ശ്രദ്ധയോടുകൂടി ഞാനത് വായിച്ചു. അവര് എഴുതിയിരിക്കുന്നത് പെരിയാർ എന്ന നദിയുടെ സംരക്ഷണ മലിനീകരണത്തിന്റെ നിയന്ത്രണ ബോർഡ് പ്രസിദ്ധീകരിച്ചിരിക്കുന്ന, ആക്ഷൻ കൌൺസിൽ പ്രസിദ്ധീകരിക്കുന്ന വാർത്തയാണ്. ആ വാർത്ത 600 കോടി രൂപയെങ്കിലും വേണം ഈ പെരിയാറ് ഒന്ന് ശുദ്ധീകരിക്കാൻ. നമ്മൾ പണ്ട് പാടുമായിരുന്നു, പെരിയാർ പർവ്വതനിരകളുടെ പനിനീര് എന്നും പറഞ്ഞ്. മനോഹരമായ ഒരു പാട്ടായിരുന്നു. പർവ്വതനിരകളുടെ പനിനീര്. ഇന്നത്തെ സ്ഥിതി എന്താണെന്നറിയാമോ? കൊച്ചി പട്ടണത്തിലെ 300 വ്യവസായശാലകളുടെ മാലിന്യം ഒഴുകുന്നത് ഈ പെരിയാറിലോട്ടാണ്. ഗാർഹിക മാലിന്യങ്ങളും ഈ പുഴയിലേക്ക് കടന്നുപോകുന്നു. കാർഷിക മേഖലയിലെ രാസവളങ്ങളും കീടനാശിനികളുടെയും അവശിഷ്ടങ്ങൾ മഴവെള്ളത്തിൽ ഒഴുകി ഇതിനകത്ത് വരുന്നു. എന്ന് പറഞ്ഞാൽ 300 വ്യവസായശാലകളിലെ മാലിന്യം, ഗാർഹിക മാലിന്യങ്ങള്, കാർഷിക മേഖലയിലെ രാസവളങ്ങളും കീടനാശികളും ഈ പെരിയാറ്റിൽ കടന്നു വന്നിട്ട് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മനോരമ പ്രസിദ്ധീകരിച്ച പത്രത്തിൽ ഞാൻ കണ്ടു, ചുവന്ന നിറത്തിൽ ഈ ആറ്റിലെ വെള്ളം ഒഴുകുന്നു. കഷ്ടം തന്നെ. പെരിയാറേ പെരിയാറേ പർവ്വതനിരകളുടെ പനിനീരേ എന്നുള്ള പാട്ട് ഫാക്ടറികളുടെ വിഷലിപ്തമേ എന്ന് പാടേണ്ടതായിരിക്കുന്ന കാലം വന്നിരിക്കുക. എന്ത് സംഭവിച്ചു എന്നറിയാമോ? ഈ വെള്ളമാണ് കൊച്ചി പട്ടണത്തിൽ കുടിക്കാൻ പമ്പ് ചെയ്ത് കൊടുക്കുന്നത്. ഞാനതാണ് പറഞ്ഞു വന്ന വിഷയം. അവൻ കുടിക്കുന്ന വെള്ളം മലിനപ്പെട്ടു, അവൻ കഴിക്കുന്ന ഭക്ഷണം മലിനപ്പെട്ടു. യാതൊരു പച്ചക്കറികളും നമുക്ക് വിശ്വസിച്ച് മേടിച്ച് കഴിക്കാൻ സാധ്യമല്ല. മുന്തിരി മേടിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. മുന്തിരി ഉണ്ടാക്കുന്നവർ തന്നെ പറയുന്നു, വിഷം കലർത്തിയ ജലം ഈ മുന്തിരി കൊലയെ അതിനകത്ത് മുക്കിയെടുക്കുക, അല്ലെങ്കിൽ അത് പ്രാണികൾ കുത്തിക്കളയും. നമുക്ക് ഏറ്റവും അധികം വിഷാംശം കലർന്ന ഒരു ഭക്ഷണ സാധനമാണ് നമ്മുടെ പാവയ്ക്ക. അത് ക്ലീൻ ചെയ്ത് കളയാനായിട്ട് ബുദ്ധിമുട്ടാണ്. ഈ നാളുകൾ പറയുന്നു, പച്ചക്കറി മേടിച്ചാൽ വെള്ളത്തിനകത്ത് കുതിർത്തിട്ട് ഏതാനും മണിക്കൂറെങ്കിലും ഉപ്പും കൂടെ ചേർത്ത് കുതിർത്തിട്ട് കഴുകിയെടുത്ത് എടുക്കാവെന്ന് പറയുന്നതിന്റെ കാരണം ഇത് മുഴുവൻ പെസ്റ്റിസൈഡ്സ്, വിഷാംശങ്ങൾ ചേർന്നിരിക്കുക. ഞാൻ ചോദിച്ചോട്ടെ, കഴിക്കുന്ന ഭക്ഷണങ്ങൾ മലിനപ്പെട്ടു, കുടിക്കുന്ന വെള്ളം മലിനപ്പെട്ടു, അവന്റെ പാല് മലിനപ്പെട്ടു, അവൻ ശ്വസിക്കുന്ന വായു മലിനപ്പെട്ടു. മനുഷ്യൻ അങ്ങനെ ജീവിക്കും? ഈ ശരീരത്തിന് ദൈവം ഒരു ശക്തി തന്നു, അവന്റെ ശരീരത്തിലെ വിഷാംശങ്ങളെ പുറത്തു കളയാൻ. എന്നാൽ ഇന്ന് ആ ശരീരത്തിന് പുറത്തു കളയാൻ കഴിയുന്നതിൽ ഉപരി വിഷങ്ങൾ അകത്തി ചെല്ലുമ്പോൾ അവന് രോഗികളായി മാറും. ഈ പറഞ്ഞ പ്രതിഭാസങ്ങളെല്ലാം വാസ്തവത്തിൽ മനുഷ്യന്റെ ബുദ്ധിയിൽ അവൻ ദൈവത്തെ കൂടാതെ പടുത്തുയർത്തിയ പ്രമാണങ്ങളും അവന്റെ ബുദ്ധിയും ഉപയോഗിച്ചതുകൊണ്ട് വന്ന ഒരു തിക്താനുഭവമല്ലേ? തിക്താനുഭവമാണ്. അപ്പൊ ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിച്ച് ദൈവവഴികളിൽ പോകുന്നതാണ് ഏത് മനുഷ്യന് ശുഭകരമായിട്ടുള്ളതല്ലേ? അതാണ് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്ന സത്യം. ദൈവം ഒരു കാര്യം പറയുമ്പോൾ അതങ്ങനെ തന്നെ ചെയ്യണം. നമ്മൾ സങ്കീർത്തനത്തിലൊരു വാക്യമുണ്ട്, ഭൂമിയിലെ രാജാക്കന്മാരും അധിപതികളും യഹോവയ്ക്കും അവന്റെ അഭിഷിക്തനും എതിരായിട്ട് എഴുന്നേൽക്കുന്നു. നാം അവരുടെ കയറുകളെ പൊട്ടിക്കുക, അവരുടെ കയറുകളെ എറിഞ്ഞുകളയുക എന്ന് പറയുമ്പോൾ നാം അടുത്തായിട്ട് വായിക്കുന്നു, സ്വർഗത്തിൽ വസിക്കുന്നവൻ ചിരിക്കുന്നു. ദൈവം ചില അതിരുകളും ചില വരമ്പുകളും ഒക്കെ വെച്ചു. മനുഷ്യനത് പൊട്ടിച്ചു കളയാൻ നോക്കുമ്പോൾ ഇതിനെ എഴുതി തന്ന ദൈവത്തിനും അവന്റെ അഭിഷിക്തനും എതിരായിട്ട് മനുഷ്യൻ ശബ്ദമുയർത്തുകയാണ്. അതിന്റെ ഭവിഷ്യത്തുകൾ അവൻ തന്നെ കൊയ്യും എന്നുള്ളത് ദൈവത്തിന് അറിയാവുന്നതുകൊണ്ടാണ് അവൻ ആ ചെയ്യുമ്പോൾ അത് നോക്കി ചിരിക്കുന്നത്. ഈ വിലയേറിയ വസ്തുതകൾ എനിക്ക് തോന്നുന്നത് ആധുനിക തലമുറയ്ക്ക് ദൈവം വേണ്ട, ദൈവിക പ്രമാണങ്ങൾ വേണ്ട എന്ന് പറഞ്ഞ് ജീവിക്കുന്ന ആധുനിക തലമുറയ്ക്ക് ശക്തമായ ഒരു മുന്നറിയിപ്പാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതെ, ആധുനിക തലമുറ മനസ്സിലാക്കുന്നില്ല, നമ്മുടെ പുറകിൽ എല്ലാം നിയന്ത്രിക്കുന്ന ഒരു ദൈവമുണ്ട്. മനുഷ്യനെ സ്നേഹിക്കുകയും അവന്റെ നന്മ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. അവൻ ആത്മീകമായും ഭൗമികമായും ശുഭകരമായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അവന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ഈ ഭൂമിയെ ഇത്ര മനോഹരമായിട്ട് അവൻ സൃഷ്ടിച്ചത്. അവന്റെ സൃഷ്ടിപ്പിന്റെ ഓരോ ദിവസവും നല്ലതെന്ന് രേഖപ്പെടുത്തിയിട്ട് അതിനെ കാത്തുസൂക്ഷിക്കാൻ അവൻ ദൈവത്തോട് ആവശ്യപ്പെട്ടു. എന്നാൽ വെളിപാട് പുസ്തകത്തിൽ കടന്നു വരുമ്പോൾ നമ്മൾ ഒരു വാക്യം വായിക്കുന്നു. ഈ വെളിപാട് പുസ്തകം എന്ന് പറയുന്നത് ബൈബിളിലെ ഏറ്റവും ഒടുവിലത്തെ പുസ്തകമാണ്. ദൈവം ന്യായം വിധിക്കുമ്പോൾ 11-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ ഭൂമിയെ നശിപ്പിക്കുന്നവരെ നശിപ്പിക്കാനുള്ള കാലവും വന്നു. അപ്പോൾ ഭൂമിയെ നശിപ്പിക്കുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഈ ഭൂമിയെ മനുഷ്യന്റെ കയ്യിൽ കൊടുത്തു, അവനതിനെ മലിനപ്പെടുത്തി, ദൈവപ്രമാണങ്ങൾ ലംഘിച്ച് അതിന്റെ ഭവിഷ്യത്തുകൾ കൊയ്ത് മനുഷ്യൻ അയ്യം വിളിക്കുകയും അയ്യോ എന്ന് വിളിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. യേശുക്രിസ്തു മടങ്ങി വന്ന് സകലവും യഥാസ്ഥാനപ്പെടുത്തുക എന്നുള്ളതല്ലാതെ ലോകത്തിൽ ഒരു ഭരണകർത്താവിനും ഇനിയും കാര്യങ്ങൾ ക്രമീകരിക്കാൻ കഴിയും. ഇടയ്ക്കാണെന്ന് ചോദിച്ചോട്ടെ, ആ ഭൂമിയെ നശിപ്പിക്കുന്നവരെ നശിപ്പിക്കാനുള്ള കാലവും വന്നു എന്ന് പറയുമ്പോൾ ഈ ദൈവത്തിന് പണ്ടങ്ങാണ്ട് സൃഷ്ടിയിൽ എന്തെങ്കിലുമൊക്കെ ഈ പ്രപഞ്ചത്തിന്റെ കാര്യത്തിൽ ചെയ്യാനുണ്ടായിരുന്നായിരിക്കാം. എന്നാൽ
ഇന്ന് ബുദ്ധിരാഷ്ട്രന്മാർ, ശാസ്ത്രജ്ഞന്മാർ കൊടികുത്തി വാഴുന്ന ഈ കാലഘട്ടത്തിൽ ദൈവത്തിന് ഈ ലോകത്തിലെ കാലഗതികളിലും സംഭവങ്ങളിലും ഒന്നും ഇടപെടാൻ ആവശ്യമില്ല, ഇടപെടേണ്ട കാര്യമില്ല എന്നുള്ള ചിന്തയ്ക്ക് നേരെ വിരുദ്ധമായിട്ടുള്ള ഒരു പ്രസ്താവനയാണിത്. ഒരു പ്രസ്താവനയായിട്ട് തോന്നുന്നു. തീർച്ചയാണ് ദൈവം ഇന്ന് മൗനമായിട്ടിരിക്കുന്നു എന്ന് പലരും ചിന്തിക്കുന്നു. ഭൂമിയെ നശിപ്പിക്കുന്നവരെ നശിപ്പിക്കുവാൻ വേണ്ടി എഴുന്നള്ളുന്ന ഒരു ദൈവത്തെ, ജീവനുള്ള ദൈവത്തെക്കുറിച്ച് ബൈബിൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഞാൻ ഒരു വാക്യം അതുള്ള ബന്ധത്തിൽ ചോദിച്ചുകൊണ്ട് വായിച്ചു കേൾപ്പിക്കാം. 50-ാമത്തെ സങ്കീർത്തനത്തിൽ ന്യായവിധിയുള്ള ബന്ധത്തിൽ ദൈവം പറയുന്നുണ്ട്. അതിന്റെ 21-ാം വാക്യം, ഇവ നീ ചെയ്തു ഞാൻ മിണ്ടാതിരിക്കാൻ ഞാൻ നിന്നെപ്പോലെയുള്ളവനെന്ന് നീ നിരൂപിച്ചു. ദൈവം മൗനമായിട്ടിരിക്കുക. എന്നാൽ അടുത്തത്, എന്നാൽ ഞാൻ നിന്നെ ശാസിച്ച് നിന്റെ കൺമുമ്പിൽ അവയെ നിരത്തി ഞാൻ ശിക്ഷിക്കും. ഞാൻ ഇന്ന് മൗനമായിട്ടിരിക്കുന്നു. നീ വിചാരിച്ചു ഞാൻ നിന്നെപ്പോലുള്ളവരാണെന്ന്. അല്ല, ഇവയെല്ലാം നിന്റെ മുന്നിൽ ഞാൻ നിരത്തി വെക്കും, നിന്നെ ശിക്ഷിക്കും ഞാൻ. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലേക്ക് ഇന്നത്തെ ലോക ചരിത്രം, ലോക സംഭവങ്ങൾ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്, അല്ലേ? അതെ, നമ്മൾ ഓർത്തതുപോലെ ഭൂമി മനുഷ്യന് വസിപ്പാൻ യോഗ്യതയില്ലാത്ത ഒരു പട്ടണമായി മാറിയിരിക്കുകയാണ്, ഒരു സ്ഥലമായി മാറി. ഞാൻ ചോദിക്കട്ടെ, എവിടെയാണ് ഒരു ആരോഗ്യപരമായ അന്തരീക്ഷത്തിൽ ജീവിക്കാൻ കഴിയുന്നത്? ഈ വണ്ടികളിൽ നിന്ന് കത്തിപ്പോകുന്നത് കാർബൺ മോണോക്സൈഡാണ്. അതൊരു മനുഷ്യൻ ശ്വസിച്ചാൽ മരിച്ചു പോകും. എത്ര വണ്ടികളാണ് ഈ വഴികളിലൂടെ ഒഴുകുന്നത്? എത്ര ടൺ ഓയിലാണ് ഒരു ദിവസം കത്തുന്നത്? മനുഷ്യന്റെ ഓസോൺ ലെയർ നശിച്ചു. ഐസ് കട്ടകള്, അതായത് ആർട്ടിക് അന്റാർട്ടിക് റീജിയൻ ഉരുകിത്തുടങ്ങി. മനുഷ്യന് വലിയ ഭീകരമായ ഒരു അന്തരീക്ഷം വാസ്തവത്തിൽ മനുഷ്യൻ തന്നെ സൃഷ്ടിച്ചിരിക്കുക. അതിന്റെ ഉത്തരവാദി മനുഷ്യൻ തന്നെയാണ്. ദൈവം സൗജന്യമായിട്ട് അനുഭവിക്കാൻ കൊടുത്ത വായു, വെള്ളം, വെളിച്ചം ഇതെല്ലാം മനുഷ്യൻ ഉപയോഗിച്ച് വിഷമുള്ള വായു, വിഷമുള്ള വെള്ളം, വിഷമുള്ള വെളിച്ചം ഇങ്ങനെയാക്കി മാറ്റിക്കഴിഞ്ഞല്ലേ? അതെ, അതിന്റെ കാരണം അവർ എന്റെ ചട്ടങ്ങളെ ലംഘിച്ചു, എന്റെ പ്രമാണങ്ങളെ ലംഘിച്ചു. അതുകൊണ്ട് ഭൂമി മലിനമായി. അപ്പൊ ദൈവത്തിന്റെ ചട്ടങ്ങളെ ലംഘിച്ചതാണ് ഭൂമി മലിനമാകാനായിട്ടുള്ള കാരണം. പൊല്യൂഷൻ എന്ന് പറയുന്നത് ഇന്ന് ലോകത്തിലെ വലിയ ഒരു സംഭവമാണ്, ഒരു ആഗോള പ്രശ്നമായി മാറി. ഈ മലിനീകരണത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് ഇങ്ങനെ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു, അല്ലേ? ഉണ്ടായിരുന്നു, തീർച്ചയായിട്ടും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിന്റെ ഒരു പരിസമാപ്തി എന്തായിരിക്കും? വളരെ ചുരുക്കമായിട്ടൊന്ന് പറയാമോ? ഇതിന്റെ സമാപ്തി, ദൈവം വന്ന് ഈ മനോഹരമായി സൃഷ്ടിച്ച ഭൂമിയെ നശിപ്പിക്കുന്നവരെ നശിപ്പിക്കും, അല്ലെങ്കിൽ ന്യായം വിധിക്കും. തരുവിൻ ചുവടിനു കോടാലി വയ്ക്കും, വിധി നടത്തും ദൈവം. ആ ന്യായവിധിക്ക് ശേഷം ഈ ഭൂമിയെ അവൻ വീണ്ടും മനുഷ്യന് വാസയോഗ്യമായി ഭംഗിയുള്ളതാക്കി തീർക്കും. അങ്ങനെ ബൈബിൾ പ്രവചിക്കുന്നുണ്ട്. അവൻ വന്ന് 1000 വർഷം രാജാവായി ഇവിടെ ഭരിക്കാൻ പോവുകയാണ്. ഈ ലോകരാജ്യത്വം ക്രിസ്തുവിനും ആയിത്തീരാൻ പോവുകയാണ്. അവൻ മടങ്ങി വരുന്നു. അതല്ലാതെ മനുഷ്യന് യാതൊരു ഹോപ്പുമില്ല. വർദ്ധിച്ചു വരുന്ന ജനസംഖ്യ, വർദ്ധിച്ചു വരുന്ന പകർച്ചവ്യാധികൾ, നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കൃഷിഭൂമികൾ, മലിനപ്പെടുന്ന അന്തരീക്ഷം, മലിനപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഭക്ഷണങ്ങൾ, വർദ്ധിച്ചു വരുന്ന രോഗങ്ങൾ, മനുഷ്യന് ഭൂമിയിൽ മുന്നോട്ട് ജീവിപ്പാൻ സാധ്യമല്ല. അവന്റെ ഏക പ്രത്യാശ യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവും പിന്നീടുള്ള കാര്യങ്ങളുമാണ്. അപ്പോൾ ഇതുവരെയുള്ള ലോക ചരിത്രം, ഇതുവരെയുള്ള സംഭവങ്ങൾ നാം വിലയിരുത്തുമ്പോൾ മനുഷ്യന്റെ ബുദ്ധിമൂശയിൽ മനുഷ്യൻ രൂപപ്പെടുത്തുന്ന ഒരു ഇസം കൊണ്ടും ഒരു മനുഷ്യ വ്യക്തിക്കും, ഒരു ശാസ്ത്രജ്ഞനും, ഒരു സാമൂഹ്യ പരിഷ്കർത്താവിനും പരിഹരിക്കാൻ പറ്റാത്ത നിലയിലേക്ക് ഇന്നത്തെ ആധുനിക ജനത മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ജനത്തെ രക്ഷിക്കുവാൻ, ലോകത്തെ രക്ഷിക്കുവാൻ, ഭൂമിയെ പുതുക്കുവാനായിട്ട് യേശുക്രിസ്തു വീണ്ടും വരുന്നു എന്നുള്ളത് എത്ര ശുഭകരമായൊരു വാർത്തയാണ്. ആ വാർത്ത വിളംബരം ചെയ്യുവാനായിട്ട് സാറിനെ പോലെയുള്ളവര് തയ്യാറാകുന്നു എന്നുള്ളതിൽ ഞാൻ അഭിമാനിക്കുന്നു. ആ വീണ്ടും വരുന്ന സമാധാനത്തിന്റെ പ്രഭു തന്നെ മടങ്ങിവന്ന് നമ്മുടെ ലോകത്തെ ഒന്ന് ഉദ്ധരിക്കട്ടെ, ശുദ്ധീകരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിച്ച് കാത്തിരിക്കാം. ഇസ്രായേലിൻ നായക, വിശ്വസ്നേഹത്തിൻ ഗായക, നിന്റെ നാമം വാഴ്ത്തപ്പെടുന്നു, നിന്റെ രാജ്യം വരുന്നു. അർത്ഥവും ലക്ഷ്യവും ജീവിതത്തെ കണ്ടെത്തുവാൻ ബ്രദർ ജോൺ സെബാസ്റ്റ്യൻ നൽകുന്ന സന്ദേശം സഹായിക്കട്ടെ. മനുഷ്യന് സമാധാനം നഷ്ടപ്പെട്ടത് പാപത്താലാണെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. പാപം അഥവാ അകൃത്യങ്ങൾ നമ്മെ പരിശുദ്ധനായ ദൈവത്തിൽ നിന്നും അകറ്റി. അകൃത്യങ്ങളില്ലാത്ത മനുഷ്യർ ഇല്ലെന്ന് ബൈബിൾ പറയുന്നു. ജനിച്ചു വീഴുന്ന ഓരോ മനുഷ്യക്കുഞ്ഞും പാപ സ്വഭാവത്തോടെ ജനിക്കുന്നു. പാപത്തിന്റെ വിത്ത് അവരിലുണ്ട്. കുട്ടികൾ വളർന്നു വരുമ്പോൾ ആരും പഠിപ്പിക്കാതെ, പറയാതെ, പ്രേരിപ്പിക്കാതെ തെറ്റിലേക്ക് വഴുതി വീഴുന്ന കാഴ്ച സാധാരണമാണല്ലോ. എന്തുകൊണ്ട്? നിഷ്കളങ്കരായ കൈക്കുഞ്ഞുങ്ങളിലും പാപസ്വഭാവമുണ്ട്. അതുകൊണ്ട് അവസരവും സാഹചര്യവും വരുമ്പോൾ അവർ അകൃത്യങ്ങളിൽ വീഴുന്നു. അവസരങ്ങളും സാഹചര്യങ്ങളും അനുകൂലമാക്കിയാൽ പ്രശ്നം പരിഹരിക്കാമെന്ന് ചിന്തിക്കുന്നവർ ധാരാളമുണ്ട്.
അതിനാണ് ലോകജനത ഇന്നും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് വിദ്യാഭ്യാസം നൽകുന്നു, സംസ്കാരം നൽകുന്നു, ശാസ്ത്രജ്ഞാനം കൊടുക്കുന്നു, മതബോധനം നൽകുന്നു, സാൻമാർഗിക പ്രബോധനം നൽകുന്നു. ഇതെല്ലാമുള്ള ആധുനിക മനുഷ്യൻ കൂടുതൽ നന്നാവുകയാണോ അതോ ചീത്തയാവുകയാണോ ചെയ്തത്? അറിവ് കൂടുമ്പോൾ അവൻ നന്നാവുകയല്ലേ വേണ്ടത്? എന്നാൽ ആർക്കും നിയന്ത്രിക്കുവാനോ നേരെയാക്കുവാനോ പറ്റാത്ത വിധം നമ്മുടെ ലോകം മുന്നേറുകയല്ലേ? എന്താണ് ഇതിന് കാരണം? ആന്തരിക പ്രശ്നത്തെ ബാഹ്യമാണെന്ന് ചിന്തിച്ച് ചികിത്സിക്കുകയാണ്. അതാണ് കാരണം. പ്രശ്നം പാപമാണ്. പാപം കുറെ തെറ്റായ പ്രവൃത്തികൾ എന്നതിനേക്കാൾ ഉപരിയായി സ്വഭാവത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള ഒന്നാണെന്ന് ക്രിസ്തു പഠിപ്പിച്ചു. മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് ദുശ്ചിന്ത, കൊലപാതകം, വ്യഭിചാരം, പരസംഗം, മോഷണം, കള്ളസാക്ഷ്യം, ദൂഷണം എന്നിവ പുറപ്പെട്ടു വരുന്നു. മനുഷ്യനെ അശുദ്ധമാക്കുന്നത് ഇതത്രേ എന്നാണ് യേശു പഠിപ്പിച്ചത്. അപ്പോൾ മനുഷ്യൻ നേരെയാകണമെങ്കിൽ അവന്റെ ഹൃദയം നേരെയാകണം. മനുഷ്യൻ നന്നാകണമെങ്കിൽ അവന്റെ ഹൃദയം ശുദ്ധമാകണം. അതിന് മാർഗം മതമല്ല, മതാചാരങ്ങളല്ല, മനുഷ്യ ബുദ്ധിയിലെ പരിഹാര മാർഗങ്ങളുമല്ലെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. മനുഷ്യന്റെ പാപങ്ങളെ ക്ഷമിച്ച് മനുഷ്യഹൃദയത്തിലെ മലിനതകളെ ശുദ്ധീകരിച്ച് അവനെ മഹാസമാധാനത്തിനുടമയാക്കുന്നത് യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തു സമാധാന പ്രഭുവാണ്. ഈ സമാധാനത്തിനുടമയാകുവാൻ നാം എന്താണ് ചെയ്യേണ്ടത്? ഒന്നാമത്, യേശുവിന്റെ ആഹ്വാനത്തിന് ചെവി കൊടുക്കുക. ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, ലോകം തരുന്നത് പോലെ അല്ല. ഞാൻ സമാധാനം തരാമെന്ന് വാഗ്ദത്തം തരുന്ന യേശുവിനെ ശരണപ്പെടുക. യേശു ഒരു കൂട്ടത്തിന്റെ മാത്രം രക്ഷകനല്ല, ഒരു രാജ്യത്തിന്റെയോ സമൂഹത്തിന്റെയോ മാത്രം രക്ഷകനല്ല. അവിടുന്ന് ലോകരക്ഷകനാണ്. എല്ലാവരും എന്റെ അടുക്കൽ വരുവീൻ എന്നാണ് അവിടുത്തെ ആഹ്വാനം. അവിടുത്തോട് അപേക്ഷിക്കുവാൻ ആർക്കു വേണമെങ്കിലും അവസരമുണ്ട്. നാം ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ യേശുവിന്റെ അദൃശ്യമായ സാന്നിധ്യമുണ്ട്. രണ്ടാമത്, ലോകം തരുന്ന സമാധാന വഴികളോട് വിട പറയുക. അത് താൽക്കാലിക സമാധാനമെന്ന് അറിയുക. മദ്യം, മയക്കുമരുന്ന്, മനഃശാസ്ത്രം, മതം, മതാചാരങ്ങൾ എന്നുവേണ്ട മനുഷ്യബുദ്ധിയിലുള്ള മാർഗങ്ങൾ മനുഷ്യന് താൽക്കാലിക സമാധാനം തരുന്നതാണ്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒരു പരിധിവരെ മനുഷ്യന് ആശ്വാസം കൊടുക്കുന്നുണ്ടെന്നുള്ളത് ശരിയാണ്. അത് ലോകം തരുന്ന സമാധാനമാണ്, താൽക്കാലികമാണ്, അസ്തമിച്ചു പോകുന്നതാണ്. എന്നാൽ അതിന് വേണ്ടെന്ന് തീരുമാനിക്കുകയും മതങ്ങൾക്കെല്ലാം അതീതനായ ക്രിസ്തുവിൽ പാപക്ഷമയും പുതുജീവിതവും ഉണ്ടെന്നറിഞ്ഞ് അവിടുത്തെ വിളിച്ചപേക്ഷിക്കുമെങ്കിൽ താങ്കൾക്കും സമാധാനപ്രഭു സമാധാനം തരും. ആത്മാർത്ഥമായി ഇങ്ങനെ ഒരു പ്രാർത്ഥന നമ്മിൽ നിന്നും ഉയർന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. കർത്താവേ, ഈ കേട്ട കാര്യങ്ങൾ സത്യമാണെങ്കിൽ എന്റെ ജീവിതത്തിലും എനിക്കവിടുന്ന് സമാധാനം തരണമേ. താൽക്കാലിക സമാധാന വഴികളെ ഞാൻ ഉപേക്ഷിക്കുന്നു. എന്റെ ആന്തരിക പ്രശ്നമായ അകൃത്യങ്ങൾക്ക് അങ്ങ് ക്ഷമ തന്നാലും എന്റെ ജീവിതത്തിൽ വന്ന് എന്നെ നിയന്ത്രിക്കണമേ. അകൃത്യങ്ങളെ ജയിച്ച് ജീവിക്കുന്ന പുതിയ ജീവിതത്തിന് ഉടമയാക്കണമേ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനത്താൽ എന്നെയും ധന്യനാക്കണമേ, അനുഗ്രഹിക്കണമേ. ആത്മാർത്ഥമായ ഈ പ്രാർത്ഥനയിലൂടെ ഇഹലോക ജീവിതവും പരലോക ജീവിതവും അനുഗ്രഹപ്രദമാക്കി തീർക്കുവാൻ ദൈവം ഞങ്ങളുടെ എല്ലാ കേൾവിക്കാരെയും സഹായിക്കുമാറാകട്ടെ. എല്ലാ പ്രതികൂലങ്ങളും മാറും, ശുഭദിനമാഗതമാകും. എല്ലാ പ്രതികൂലങ്ങളും മാറും, ശുഭദിനമാഗതമാകും. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുക എന്ന് പറയുന്ന ആ ക്രൈസ്തവ സന്ദേശം അല്ലെങ്കിൽ സുവിശേഷ സന്ദേശത്തിന്റെ സാരാംശം ഏത് കാലത്തും, പ്രത്യേകിച്ച് അതിക്രമങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിൽ ആവർത്തിച്ച് പ്രഖ്യാപനം ചെയ്യേണ്ട ഒരു സന്ദേശമായിട്ട് എനിക്ക് തോന്നുകയാണ്. ഈ കാര്യങ്ങൾ അതിലേക്ക് വിരൽ ചൂണ്ടുന്നു എന്ന് ഞാൻ പൂർണ്ണമായിട്ടും ചിന്തിക്കുന്നു. പ്രിയ സ്നേഹിതരെ, നാം ജീവിക്കുന്ന ഈ കാലഘട്ടം ഒരന്ത്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പുതിയ യുഗത്തിലേക്ക് നാം പ്രവേശിക്കുവാൻ തുടങ്ങുകയാണ്. യേശു ക്രിസ്തു വീണ്ടും വരികയും ക്രിസ്തുവിൽ വിശ്വസിച്ചു മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുകയും ജീവിക്കുന്നവർ രൂപാന്തരപ്പെടുകയും ചെയ്യുന്ന ആ സുദിനത്തിൽ താങ്കളുടെ സ്ഥിതി എന്തായിരിക്കും? ഈ കാലഘട്ടം മാനസാന്തരപ്പെട്ട സുവിശേഷത്തിൽ വിശ്വസിക്കുവാൻ കർത്താവ് നമുക്ക് നൽകിയിട്ടുള്ള സന്ദർഭമാണ്. വേഗത്തിൽ ഇത് അവസാനിക്കും എന്ന് ലോക സംഭവങ്ങൾ നമ്മോട് പറയുന്നുണ്ടല്ലോ. നാശത്തിൽ നിന്നും രക്ഷപ്പെടുവാൻ ആഹ്വാനവും നൽകിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് തന്നെ നിങ്ങളുടെ രക്ഷകനായി ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുമോ? നിന്റെ നാമം വാഴ്ത്തപ്പെടട്ടെ, നിന്റെ രാജ്യം ഭൂമി വരട്ടെ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഈ ഭൂമിയിലുമായി വരട്ടെ. സ്നേഹിതരെ, പ്രവചനം ബൈബിളിന്റെ മാത്രം പ്രത്യേകതയാണ്. അത് പഠിക്കുന്നത് അനുഗ്രഹവും ആനന്ദവുമാണ്. ബൈബിളിലേക്ക് മടങ്ങിവരിക. അവിടെ കാണാം ചരിത്രത്തിന്റെ ദൈവം നമ്മെയും ലോകത്തെയും ദൈവീക ലക്ഷ്യത്തിലേക്ക് നയിക്കുന്നത് എങ്ങനെയാണെന്ന്.
ചരിത്രത്തെ BC എന്നും AD എന്നും രണ്ടായി തിരിച്ച യേശുക്രിസ്തു താങ്കളുടെ പരാജയ ജീവിത ചരിത്രത്തെ തിരുത്തിക്കുറിക്കുവാൻ ശക്തനാണ്. യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് പാപക്ഷമയും സമാധാനവും ആത്മരക്ഷയും പൊതുജീവിതവും കണ്ടെത്തുവാൻ ഇനിയും താമസിക്കണമോ? ചിന്തിക്കുക. നല്ല പഠനഗ്രന്ഥങ്ങൾക്ക് ഇന്ന് തന്നെ ഞങ്ങൾക്ക് കത്തയക്കുമല്ലോ. ഞങ്ങളുടെ മൊബൈൽ നമ്പർ ശ്രദ്ധിച്ചാലും 9495446029. ഇമെയിൽ അഡ്രസ് peacetract@gmail.com. PEACETRACT peacetract@gmail.com. ലോകത്തിലെ പ്രധാനപ്പെട്ട ഭാഷകളിൽ സമാധാന സന്ദേശം വായിച്ചറിയുക. സന്ദർശിക്കുക www.peaceministry.org. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.